ഹലോ ഗൈസ്, ഒരു വഴിയില്ലാതെ വീട്ടിൽ വെറുതെ കുത്തിയിരുന്ന് എന്നെ വിളിച്ചോണ്ട് അമ്മ ഒരു സ്ഥലത്തേക്ക് പോവാണ്. പോകുന്ന വഴികൾ ആനന്ദകരമാക്കാൻ ഞാനൊരു പുളിമുട്ടായി കൂടെ ഈ മുട്ടയൊക്കെ മര്യാദയ്ക്ക് എന്റെ വായിക്കാത്തിരിക്കുന്നു. പണ്ടൊക്കെ ഇതിന്റെ പ്ലാസ്റ്റിക് ഉൾപ്പെടെ ഞാൻ വായിക്കാത്തിട്ട് ചവയ്ക്കുമായിരുന്നു. എന്തല്ലേ ബൈദബി, നമ്മൾ പോയത് ഒരു ഭക്ഷ്യമേളയ്ക്കായിരുന്നു. അവിടെ ചെന്നപ്പോൾ തീരെ തിരക്കില്ലാത്തത് കൊണ്ട് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കുറേയേറെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതിന്റെ വില കുറച്ച് കഠിനമല്ലേ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഒരു പ്ലേറ്റ് പാനിപ്പൂരി മാത്രം വാങ്ങി കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് പോണ കേസ്. ഇതിന് 50 രൂപയാണ്. ഓരോ ആവശ്യമില്ലാത്ത പോകായിരുന്നു. ഉള്ള വെയിലെല്ലാം കൊണ്ടിട്ട് മോഹൻ ഡള്ളായി, മുഖത്തെല്ലാം കുരുക്കളും പൊങ്ങി. വല്ലാണ്ടങ്ങ് വിഷമമായതുകൊണ്ട് വീട്ടിൽ വന്ന് ഒരു വൈകിട്ട് ലേസ് കഴിച്ചു. പിന്നെ ലേസ് ശരീരത്തിൽ മനസ്സിലാന്ന് ഓർത്തപ്പോൾ വീണ്ടും വിഷമം വന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് നിന്ന് കുറച്ച് അക്യുപ്പേരി വാങ്ങിച്ച് കഴിച്ചിട്ട് ഞാൻ കയറി കിടന്നുറങ്ങി. ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നപ്പോഴത്തേക്കും ചായ എത്തിക്കാൻ ഉണ്ടായിരുന്നു, അതും കൂടെ കഴിച്ചു. ഈ തിന്നതൊന്നും ഇവിടെ ശരീരത്തിൽ കാണുന്നില്ലല്ലോ എന്നല്ലേ നിങ്ങൾ ചിന്തിച്ചത്? മനസ്സ് നിന്നവണം കിട്ടാൻ എന്തെങ്കിലും വണ്ണം വെക്കും, ഇതാണ് എന്റെ ചേച്ചി പറയാറ്. ചായ കൂടിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പോഴാണ് ഓർത്തത് ഒരു 8-9 വർഷം പഴക്കമുള്ള ഒരു ബോൾ നമ്മുടെ വീട്ടിൽ കിടപ്പുണ്ട്. ഞാനും എന്റെ ചേട്ടന് കുഞ്ഞിലെ മുതലേ ഏറ്റവും കൂടുതൽ കളിച്ചുകൊണ്ടിരുന്ന കാര്യം ക്രിക്കറ്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഈ ഒരു ബോൾ ഞാൻ കളർ ചെയ്ത് കൈ സൂക്ഷിക്കാന്ന് വിചാരിച്ചു. കുറെ നാളായിട്ട് വിചാരിച്ച ഒരു കാര്യമാണ്, പക്ഷെ മറന്നു പോയി. ഇന്ന് എന്തായാലും അതിനൊരു ടൈം കിട്ടി, അത് ചെയ്ത് വെച്ചു. നെയിം പറയാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദേവനന്ദ, ശിവന്യ, സഹർ ഫാത്തിമ. എല്ലാവർക്കും ഹായ്. ഞാനും ചേട്ടൻ വൈകുന്നേരം ആയപ്പോൾ വെളി വരെ പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് ജ്യൂസൊക്കെ കുടിച്ച് നേരെ വീട്ടിലോട്ട് പോകും. അത്രേ ഉള്ളൂ. ടാറ്റാ.